ആ ഓഡിയോ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ചു തരാം. എനിക്ക് അയച്ചു തന്നോ ഒരു മിനിറ്റ്. നാളെ രാവിലെ 11:30 നീ താമസിക്കുന്നിടത്തോട്ടൊരു വണ്ടി വരും. അതിൽ പോലീസ് എഴുതിയിരിക്കും. ആ വണ്ടി വരുമ്പോ നീയും ഭാര്യ എല്ലാം കൂടെ അങ്ങോട്ട് വന്നേച്ചാൽ മതി. ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ നിനക്ക് എന്തൊക്കെ എഴുതി തരണം ഞാൻ നിനക്ക് എഴുതി തരും. നീ അങ്ങ് വന്നേച്ചാൽ മതി കേട്ടോ. ഞാൻ വേറെ തെറ്റായിട്ട് ചോദിച്ചത്. നിന്റെ തെറ്റും ശരിയും നീ ഇങ്ങോട്ട് എടുക്കണ്ട. നീ എന്റെ മോളെ ഇപ്പൊ വിളിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞില്ലേ? നീ എന്തോന്ന് വരത്തി നോക്കണ? ഞാൻ ഒരു അനാവശ്യം പറഞ്ഞില്ല. അല്ലല്ല, പിന്നെ നീ എന്താ പറഞ്ഞത്? ഒരു സെക്കൻഡ് നിന്നോട് നീ റെക്കോർഡ് ചെയ്തോ? മൊത്തം റെക്കോർഡ് ചെയ്യും. അതിനെനിക്ക് പുല്ലാണ്. നീ എന്താ ഇപ്പൊ വിളിച്ചു പറഞ്ഞ? നിനക്ക് പേപ്പർ എഴുതണ ഏത് ചാനലാണ് വന്നത്? നിന്നെ പറ്റി നിന്റെ ഭാര്യയെ പറ്റി ഏത് ചാനലാണ് വന്നത്? ഞാൻ മറ്റേ നമ്മളെ ന്യൂസ് ചെയ്തോണ്ടല്ലോ, അതിൽ നോക്കിയപ്പോ ദിയ ചേച്ചി ഇങ്ങനെ ഇതായിട്ട് പറഞ്ഞ് ഇതായിട്ടുണ്ട്. ഏതിനാണ്? ഏത് ചാനലാണ് വന്നേ? ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറെ കാര്യം, ഇന്ന് ആരുടെയാണ് മറ്റേ എന്താ വെഡിങ് ആനിവേഴ്സറി ആരുടെയായിരുന്നു? വെഡിങ് ആനിവേഴ്സറി ഇല്ലായിരുന്നു. എന്താ ആരുടെയാണ് ഇന്ന്? ആരാണ് വിളിച്ചു? ഇതേ എന്ത് ചെയ്യേണ്ട? നീ ഇന്നലെ എത്ര രൂപ തന്നത്? ഇന്നലെ 8,72,000 ആണല്ലോ. ഇത് കണക്കെടുത്ത് ഞങ്ങള് 1 കോടി രൂപ ഒരുമിച്ച് ഇവിടുന്ന് പോയിട്ടുള്ള ക്യാഷും ഇവിടുന്ന് സാധനങ്ങള് എത്ര സാധനം പോയിട്ടുണ്ട് കണക്കെടുത്ത് ഞങ്ങളിന്ന്. നിങ്ങള് വേറെ കച്ചവടം നടത്തുന്നത് ഇവിടുത്തെ സാധനം കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഗസ്റ്റുകളുടെ കൂടെ നമ്പർ എടുത്ത് അവർക്ക് നിങ്ങൾ കച്ചവടം ചെയ്യുന്നല്ലേ? ഇത് വന്നിട്ട് നമ്മൾ അവിടെ വക്കീലിൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ നമ്മൾ ക്യാഷ് തന്നതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ എന്ന് അവരെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തതാണ് അവരെ. പക്ഷെ നമ്മൾ എന്തെങ്കിലും തന്നതായിട്ട് നമുക്കൊരു റെസിപ്റ്റ് തരാമോ? ആ സമയത്താണ് അയാൾ ഇത് പറയുന്നത് നമ്മുടെ അടുത്ത്. പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത് ഇയാളാണ് നമ്മുടെ അടുത്ത് പോലീസാണെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിപ്പിക്കുന്നത്. ഇയാളുടെ പേര് സന്തോഷ് എന്നാണ്. ഇയാളുടെ വീഡിയോ ഉണ്ട്, ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഞങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് 3 ചെക്കുകളായിട്ട് തരണമെന്ന് പറഞ്ഞ് ഇയാളെ എഴുതിപ്പിക്കുന്നതിൻ്റെ വീഡിയോ. അല്ല, ഈ 8,82,000 പോരാതെ 15 ലക്ഷത്തിൻ്റെ 3 ചെക്കുകൾ. ഞാൻ വേണമെങ്കിൽ ഇയാളുടെ വീഡിയോ റെക്കോർഡ് തരാം. ആ സന്തോഷമാണ്, അയാൾ പോലീസാണെന്നാണ് പറഞ്ഞത് നമ്മുടെ കയ്യിൽ. പിന്നീട് കൃഷ്ണകുമാർ സാറ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതിന് അവരുടെ അടുത്ത് തെളിവ് എവിടെ? 1 കോടിയുടെ എടുത്തതിന്റെ തെളിവ് എവിടെ? നമുക്ക് തെളിവല്ലേ ആവശ്യം? ഉറപ്പായിട്ടും അതിനുവേണ്ടി തന്നെയാണ് അവർ ചെയ്യുന്നത്. അതെ, ആ ഒറ്റ കാരണം നമ്മൾ അവിടുത്തെ ഡ്രൈവറിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാൻ കാരണം ദിയ പ്രൊവോക്കായെന്നാണ്. ഞാൻ ദിയേനെ പ്രൊവോക്ക് ചെയ്ത്. കാരണം ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ച് പറയുന്നതിൻ്റെ ദേഷ്യം നമ്മുടെ അടുത്ത് പേഴ്സണലി ഉള്ള റിവഞ്ച് തീർത്തിയാണെന്ന് അവർ തന്നെ പറഞ്ഞു. അത് ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനു മുന്നേ അതെ 5,000-ന്റെ അകത്ത് പോലും ബാലൻസ് ഉണ്ടാവത്തില്ല. എന്നുവെച്ചാൽ ക്രെഡിറ്റ് ആവുന്നതിന് ഡെബിറ്റ് ആവുന്നതിന് കണക്കില്ലേ? ഫിക്സഡായിട്ട് കിടന്നാലല്ലേ നമുക്ക് അതിന് പ്രശ്നമുള്ളൂ. നമുക്ക് അങ്ങനെ ഇല്ല. അപ്പം നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതില്ലല്ലോ. അത് ദിയ മേടിക്കുന്നുണ്ടായിരുന്നല്ലോ നമ്മുടെ ക്യാഷ് ആയിട്ട്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത്? അത് നമ്മൾ പണമായിട്ട് നമ്മൾ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ദിയക്ക്. അല്ല, ഒരു പ്രശ്നങ്ങളുടെ തുടക്കം. അക്കൗണ്ട് ത്രൂ അല്ല, ക്യാഷ് ആയിട്ട് എടുത്തിട്ടായിരുന്നു ദിയ. നമ്മൾ 10,000 അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. കാരണം ഇപ്പം നമുക്ക് എപ്പോഴും നിറയെ കസ്റ്റമർ ആയിരിക്കത്തില്ലല്ലോ. ഇപ്പം ഇന്നത്തെ കസ്റ്റമർ ഇപ്പം ചിലപ്പോൾ ഇന്ന് കസ്റ്റമർ ഉണ്ടാവത്തില്ല. ഇപ്പം നാളെ ചിലപ്പോൾ വില 700 രൂപയ്ക്കായിരിക്കും മേടിച്ചാൽ. അപ്പോൾ ദിയ പറഞ്ഞിട്ട് ചെറിയ പേയ്മെൻ്റ് ഒക്കെ ഈ 499, 799 അതൊക്കെ വരുന്നതൊക്കെ ആണെങ്കിൽ ദിയയുടെ സ്കാനർ കൊടുത്തോ എന്ന് പറയാറുണ്ട് ദിയ. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഉണ്ട്. അവർ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദിയ നമുക്ക് ഇപ്പം ഓഫീസ് ഫോൺ ഇത്രയും നാൾ എൻ്റെ കയ്യിലായിരുന്നു, ഇപ്പം അത് എൻ്റെ കയ്യിലല്ല. അപ്പോൾ ഓഫീസ് ഫോണിൽ ദിയ തന്നെ എൻ്റെ പറയുന്നുണ്ട് പേഴ്സണൽ നമ്പറിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വിളിച്ച് എനിക്ക് സഹായം വേണം അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അവരുടെ ശല്യം കാരണമാണ് നമ്പർ കൊടുക്കാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 പേരുടെയും വരാറുണ്ട്. അതെ, ഇല്ല.
അത്രയ്ക്കൊന്നും ട്രാൻസാക്ഷൻ ഇല്ല അതിൽ അങ്ങനെ വരാനായിട്ട്. ഒരുപാട് പൈസ ട്രാൻസാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പറയുന്ന ഇപ്പൊ ഏകദേശം എത്ര രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും? ഒരു മാസം ഏകദേശം ഒരു മാസമാണെങ്കിൽ 60-നകത്തൊക്കെ ഉണ്ടാവത്തുള്ളൂ. മൊത്തത്തിൽ 1.5 അത്രയൊക്കെ കാണത്തുള്ളൂ, അത്ര കാണത്തില്ല. 3 പേരുടെ അക്കൗണ്ടിൽ 1.5 ലക്ഷം രൂപ വെച്ചിട്ടൊക്കെ വന്നു. ആ മന്ത്ലി അങ്ങനെയൊക്കെ കാണത്തുള്ളൂ. മന്ത്ലി ഓരോ മാസവും അത്രേ ഉണ്ടാവത്തുള്ളൂ. പോലീസ് കുറേ പ്രാവശ്യം എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റാവോ, ഇങ്ങനെ വേണോ, അങ്ങനെ മൊഴി മാറ്റി പറയാവോ എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിരുന്നു. ഞാൻ ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ തട്ടിക്കൊണ്ട് പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ സാർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു തട്ടിക്കൊണ്ട് പോകണമെന്ന് വേണോ, അത് മാറ്റിയിട്ട് കൂട്ടിക്കൊണ്ട് പോയെന്നാക്കിയാൽ പോരെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കറിയാത്ത സ്ഥലത്ത് തട്ടിക്കൊണ്ട് പോകണതല്ലേ, പിന്നെ എങ്ങനെ അത് കൂട്ടിക്കൊണ്ട് പോകണതാവും. അപ്പോൾ പറഞ്ഞു നമുക്കത് മാറ്റാം. കാരണം എനിക്ക് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് സാർ എഴുന്നേറ്റ് അപ്പുറത്ത് പോയി നിന്ന് ഫോണിൽ ആരടുത്തോ ഇങ്ങനെയാണ് കുട്ടി മൊഴി പറയുന്നത്, ഇങ്ങനെയാണ് മൊഴി പറയുന്നതെന്ന് പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ എൻ്റെ മൊഴി അത്രയും നീണ്ടത്. വൈകിട്ട് 2:30 എന്നെ കയറ്റിയത്, എന്നെ തിരിച്ചു വിട്ടത് 7:30 കഴിഞ്ഞിട്ട്. അപ്പം അത്രയും സമയം എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അത് ഞങ്ങൾക്കറിയില്ല ഇപ്പം ആരെ സംരക്ഷിക്കണമെന്നൊന്നും.